ഹായ് കൂട്ടുകാരി. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുമല്ലേ. ഗ്രാൻഡ് ഓപ്പണിംഗ് ആണിന്ന്. ഗ്രാൻഡ് ഓപ്പണിംഗ് ലോഞ്ചിങ് ആണിന്ന്. ബിഗ് ബോസിൻ്റെ ലോഞ്ചിങ് തുടങ്ങുകയായി. വൈകുന്നേരം നമുക്ക് കാണാം ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും. ആരൊക്കെയാണ് അവിടെ പോയത്? ഇവിടെ ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസിലുണ്ട്. രേണുസുതി സെലക്ഷൻ ആയിട്ടുണ്ട്, രേണുസുതി പോകുന്നുണ്ട് എന്നെല്ലാം തീരുമാനിച്ച ശേഷം രേണുസുതിയുടെ കൂട്ടുകാരി തന്നെ രേണുസുതിക്ക് പാരയായി വന്നിരിക്കുകയാണ്. 2 ദിവസം മുന്നേ കണ്ടതാണ്. ഞാൻ വീഡിയോ ചെയ്യണില്ല വിചാരിച്ചു. പിന്നെ നോക്കുമ്പം അത് ഫുള്ള് വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പറഞ്ഞത് ശരിയല്ല. പിന്നെ കൂട്ടുകാരിയായാലും ശരി, അച്ഛനും അമ്മയായാലും ശരി, ബിഗ് ബോസിനകത്തോട്ട് കയറി പോകുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചിട്ടാണ് പെട്ടിരിക്കുന്നത്. അപ്പോൾ വോട്ട് ചെയ്യുന്നത് അതൊരു മൈനസാണ് രേണുസുതിക്ക്. അവിടെ കയറുന്നതിൻ്റെ മുന്നേ തന്നെ വോട്ട് അപേക്ഷിച്ച് കൂട്ടുകാരോടും സപ്പോർട്ട് ചെയ്യുന്നവരോടും എല്ലാവരോടും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അവളുടെ കൂട്ടുകാരി തന്നെയാണ് അത് ഇട്ടിരിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെയുള്ള ഒരു ഫോട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും അതൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം അവളത് മുക്കിയിട്ടുമുണ്ട്. പോസ്റ്റ് മുക്കി, മാമോദിസ മുക്കിയതല്ല, പോസ്റ്റ് എടുത്തിട്ട് വെളി കളഞ്ഞു. ഇനി എന്താവോ എന്തോ കണ്ടറിയാലേ. എന്തായാലും ഇത്തിരി അഹങ്കാരവും ഉള്ള, അതായത് സുധിയുടെ പേരിൽ ഒരുപാട് പണം കയ്യിൽ വന്നു ചേർന്ന ഒരാളാണ് രേണു രേഷ്മ. സുധിയുടെ പേരിലാണ് ഈ പണമെല്ലാം കയ്യിൽ വരുന്നത്. സുധി മരണപ്പെട്ടത് കൊണ്ട് മാത്രമല്ലേ രേണു രേഷ്മയ്ക്ക് പുറത്തിറങ്ങി നിന്ന് ഇതുപോലുള്ള വാചകം അടിച്ചും അഭിനയിക്കുന്നത്, അല്ലാതെ നെഗറ്റീവ് കമന്റുകളും മാത്രം ഇട്ടുകൊണ്ട് അവരുടെ പണം പിരിക്കാൻ പറ്റിയത്. അവളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെച്ചുകൊണ്ട് എത്ര വീഡിയോ എടുത്താലും, ഏതൊരു വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കിയാലും, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫോണില്ലാന്ന് പറഞ്ഞു, ഇനിയിപ്പോ ലാലേട്ടം വാങ്ങുമായിരിക്കും ഫോണൊക്കെ. അവൾക്ക് നല്ല ഫോണൊക്കെ വേണ്ടേ. അകത്ത് പോകുമ്പോൾ ഫോൺ ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അതെന്താ അറിയില്ലേ, ഫോണൊക്കെ അവിടെ വാങ്ങി വെക്കും. പിന്നെ ബിഗ് ബോസിനകത്ത് പോയാൽ വീട്ടിലെ കസേരയിൽ കാലും നീട്ടി ഇരിക്കുന്ന പോലെ, കാലിന്റെ മുകളിൽ കാലം വെച്ചിരിക്കുന്നത് പോലെ ഇരിക്കാൻ പറ്റില്ല. ബിഗ് ബോസിനകത്ത് പോയാൽ അവിടുത്തെ ജോലികളൊക്കെ ചെയ്യാനുണ്ടാകും. അവിടുത്തെ ഗെയിം മാത്രം കളിക്കാനല്ല പോണത്. അവിടെ കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെയുള്ള എല്ലാ ജോലികളും ചെയ്യാനുണ്ടാകും. ഇതെല്ലാം രേണു ചെയ്യേണ്ടി വരും. അപ്പോൾ 2 ദിവസം ചെയ്യുമ്പം അവിടെ നിന്നും പതുക്കെ ആളുകളുമായിട്ട് അടികൂടി ഇങ്ങോട്ട് കയറി പോരാനായിരുന്നു. ചെന്നൈയിൽ നിന്നും അവർ ടിക്കറ്റ് തരുമല്ലോ. അപ്പോൾ ഫ്ലൈറ്റിന് കയറി പോന്നാൽ മതി. കൊച്ചി വന്നിറങ്ങിയ തിരുവനന്തപുരത്ത് വന്നിറങ്ങുകയോ ചെയ്യാം. അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ. നമുക്കതിനൊന്നും ഒരു കുഴപ്പവുമില്ല. ഓക്കെ. അങ്ങനെ രേണു ബിഗ് ബോസിൽ പോകുന്നതിന്റെ കുറച്ച് മുമ്പ് ഒരു വീഡിയോ രേണുവിന്റെ ചേച്ചിയും കൂടി ഇരുന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എവിടെയും പോയിട്ടില്ല, എല്ലാവരും പറയുന്നത് ബിഗ് ബോസിൽ പോയി അവിടുന്ന് തന്നെ പുറത്താക്കി എന്നൊക്കെ പറയുന്നത് ഉണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെയും ഒരു വീഡിയോ ഇട്ടിരുന്നു ചേച്ചി അനിയത്തെയും കൂടി. അല്ല, അവള് പോയാരെയാണ് ഈ പോസ്റ്റ് ഇട്ടേക്കുന്നത്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രേണു പോയതിന് ശേഷമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവിടെ എത്തിയിട്ട് രേണുവിന് വലിയ സ്വീകരണം ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇനി ഇതെല്ലാം അവിടെ മറച്ചു വെച്ചുകൊണ്ട് ബിഗ് ബോസും അതിന്റെ ക്രൂ മെമ്പേഴ്സുകളും എല്ലാവരും കൂടി ഇവരെ അവിടെ കയറ്റിയിട്ട് കാര്യങ്ങളെല്ലാം ഫിനിഷ് ആയതിന് ശേഷം ലോഞ്ചിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം ഒന്ന് അവളെ വാച്ച് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ അവളെ പുറത്താക്കാം സാധ്യതയുണ്ട്. നമുക്ക് അവൾ അകത്ത് നിന്നാലും പുറത്ത് നിന്നാലും രേണു എവിടെ പോയി നിന്നാലും കണ്ടന്റാണ്. രേണുവിന്റെ വീട്ടിൽ നിന്നും പുറത്ത് ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്ന് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടന്റ് ഇല്ല. രേണുവിന്റെ കണ്ടന്റ് നമുക്ക് കിട്ടില്ല. നേരെ മറിച്ച് വീട്ടിലിരുന്നും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് രേണു എങ്കിൽ നമുക്കത് കണ്ടന്റാണ്. ചില ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇത് കണ്ടന്റായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇനി ബിഗ് ബോസിലേക്ക് ഇന്ന് വൈകുന്നേരം മുതൽ നമുക്കിതിങ്ങനെ ബിഗ് ബോസിലെ റിവ്യൂ ഇട്ടുകൊണ്ടിരിക്കാം. അടുത്തത് ബിഗ് ബോസ് റിവ്യൂ ആയിരിക്കും.
ബിഗ് ബോസ് റിവ്യൂ ഇടുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ എടുത്തിടുന്നതാണ് കേട്ടോ. വേറെ അല്ലാണ്ട് അവിടുന്ന് ഇവിടെ നിന്നൊന്നും ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഇവിടെ കൊണ്ടിടുന്നൊന്നുമല്ല. നമുക്ക് ഇവിടെ ബിഗ് ബോസ് വന്നത് മുതൽ ആദ്യം മുതലേ ഇതുവരെയുള്ള എല്ലാ സീസണും കാണാറുണ്ട്, കണ്ടിട്ടുമുണ്ട്. പക്ഷെ കാണുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്തായാലും ഒരു കണ്ടന്റ് അവിടേക്ക് പോയിരിക്കല്ലേ, ആ കണ്ടന്റിനെ കുറിച്ചെങ്കിലും നമുക്കൊന്ന് സംസാരിച്ചാൽ പോരെ. ആ കണ്ടന്റ് അവിടെ പോയാലും വേറെ കുറേ പേരവിടെ ഉണ്ടല്ലോ, 10-20ഓളം പേരവിടെ ഉണ്ട്. ഈ 20 പേരെ കുറിച്ചും നമുക്ക് സംസാരിക്കാമല്ലോ. അങ്ങനെയാണ്.